മലയാള സാഹിത്യത്തെയും ഭാഷയെയും ലോകത്തോളം വളർത്തിയ മഹാ എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ നായർ. ലോക നിലവാരത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് വായനക്കാരെ ഭ്രമിപ്പിച്ച എം.ടി. മടങ്ങുമ്പോൾ മലയാളിക്ക് അതെക്കാലത്തെയും വലിയ ശൂന്യതയാണ്. എം.ടി. എന്ന ആൽമരത്തിന്റെ തണൽ നഷ്ടപ്പെട്ട വേദനയിലാണ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയും. അത്രയ്ക്കാണ് എം.ടി. എന്ന രണ്ടക്ഷരം മലയാളിയിൽ ചെലുത്തിയ സ്വാധീനം. കൂടല്ലൂരിൽ ജനിച്ച് സ്വയം ഇതിഹാസമായി മാറിയ ജീവിതം, സ്കൂൾ കാലം മുതലേ തുടങ്ങിയ അക്ഷരങ്ങളോടുള്ള പ്രണയം, പുസ്തക രൂപത്തിൽ ആദ്യം പുറത്തിറങ്ങിയ നോവലായ നാലുകെട്ടിൽ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്. മലയാളി അന്നോളം വായിച്ച സകലതിനെയും പിന്നിലാക്കിക്കൊണ്ടുള്ള വായനാനുഭവങ്ങൾ: മഞ്ഞ്, കാലം, അസുരവിത്ത്, വിലാപയാത്ര, വാരാണസി, രണ്ടാമൂഴം, എൻ.പി. മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന്, എം.ടിയുടെ എണ്ണം പറഞ്ഞ നോവലുകൾ, മുറപ്പെണ്ണ് എന്ന സിനിമയിലൂടെ തിരക്കഥാകൃത്തായി, ഓളവും തീരവും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, നഗരമേ നന്ദി, അസുരവിത്ത്, പകൽക്കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയേടത്തി, ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, എവിടെയോ ഒരു ശത്രു, വെള്ളം, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, അമൃതം ഗമയ, ആരൂഢം, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, ഋതുഭേദം, വൈശാലി, സതയം, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, താഴ്വാരം, സുഹൃതം, പരിണയം, തീർത്ഥാടനം, പഴശ്ശിരാജ, ഒരു ചെറുപുഞ്ചിരി, അങ്ങനെ എണ്ണം പറഞ്ഞ 30-ലേറെ തിരക്കഥകൾ. നിർമാല്യം എന്ന സിനിമയിലൂടെ സംവിധായകനായി. പിന്നിങ്ങോട്ട് മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി, അങ്ങനെ സംവിധാന കലയിലും. 7 പതിറ്റാണ്ടായി മലയാളികൾ നെഞ്ചേറ്റിയ എം.ടിയുടെ ചെറുകഥാ പ്രപഞ്ചത്തിലെ മുത്തുകളാണ് ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, വാരിക്കുഴി, വിത്തുകൾ, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം തുടങ്ങിയവ. കൂടല്ലൂരും നിളാനദിയും കഥാപാത്രങ്ങളുടെ പരിസരങ്ങളായപ്പോഴും ദേശാന്തരങ്ങളിലേക്കും എം.ടി. കഥാപാത്രങ്ങൾ തീർത്ഥാടനം നടത്തി. മാതൃഭൂമി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ എന്ന നിലയിൽ എം.ടി. കണ്ടെടുത്ത എഴുത്തുകാർ മലയാള സാഹിത്യ ഭൂമികയിൽ ഇടം നേടി. രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം എം.ടിയെ തേടിയെത്തി. സാഹിത്യത്തിലും സിനിമയിലുമായി എണ്ണമറ്റ പുരസ്കാരങ്ങൾ, ആ സബര്യയ്ക്കുള്ള അംഗീകാരമായി. എം.ടി. എന്ന് പറയുമ്പോൾ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഒരു കഥാപാത്രമെങ്കിലും തെളിഞ്ഞുവരും. ആ അക്ഷരവിസ്മയം മടങ്ങുകയാണ് എണ്ണമറ്റ കഥാപാത്രങ്ങളെ നമുക്കായി ബാക്കിവെച്ച്.